അപ്പൊ നമ്മൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അടിപൊളി ഒരു കരിയർ വേണം അല്ലെ, നമ്മുടെ ലൈഫ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ആഗ്രഹം ഉണ്ടാവില്ല, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഡിഫൻസിൽ ജോയിൻ ചെയ്യണം, പൈലറ്റ് ആവണം എന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു അടിപൊളി എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? +2 നമുക്ക് അടിപൊളി ഒരു മാർക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ കീം എൻട്രൻസ് അല്ലെ, നമ്മൾ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കീം എൻട്രൻസിൽ അടിപൊളി ഒരു സ്കോർ സെക്യൂർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? +2 അടിപൊളി ഒരു മാർക്ക് വേണം അല്ലെ. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോഴാണ് നമ്മുടെ റൈറ്റ് ടൈം എന്ന് പറയില്ലേ. നമ്മൾ +2 ആയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് 1 വർഷം നീണ്ടു കിടക്കാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് കീമിന് അടിപൊളി ഒരു റാങ്ക് നമുക്ക് വാങ്ങിക്കാൻ ഒരുപാട് സമയവും നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അടിപൊളി ഒരു കോച്ചിങ് അല്ലെ, നമുക്ക് കീം എൻട്രൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു കോച്ചിങ് കിട്ടുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ +2 കീം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +2ലുള്ള നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, റിവിഷൻ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് +2ല് ഫുൾ മാർക്കിൽ കുറയാതുള്ള ഒരു മാർക്കിനെ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കിലി നമ്മുടെ കീമിന്റെ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ കീം എൻട്രൻസ് ക്രാക്ക് ചെയ്യാനുള്ള നിങ്ങൾക്ക് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ +2ന്റെ കംപ്ലീറ്റ് എക്സാമിനറിന്റെ ബുക്ക് സെറ്റ് ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഫിസിക്സ്, മാത്സ്, ബയോളജി എല്ലാ സബ്ജക്റ്റിന്റെയും ഗൈഡ് അല്ലെ, ഷോർട്ട് നോട്ട്സ് അടങ്ങിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുൾ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കീം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കണം. അപ്പൊ 12 ഇയേഴ്സിന്റെ കംപ്ലീറ്റ് സോൾവ്ഡ് ആയിട്ടുള്ള കീം എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്താണ് ഈ ബുക്കിലുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു 1 ഇയർ കൊണ്ട് നമ്മുടെ കീം എൻട്രൻസിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള CET, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ പോലെയൊക്കെയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനും കിട്ടാൻ ഇതെല്ലാം മതി. ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിന്റെ ക്ലാസ്സസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വരിക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഒരു അടിപൊളി കരിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം നിങ്ങൾക്ക് ഫീസ് വരുന്നത് വെറും 8,000 rupees മാത്രമാണ്. ഫുൾ ഇയർ കംപ്ലീറ്റ് നിങ്ങൾക്ക് +2ലെ ക്ലാസ്സസും അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങും. അപ്പൊ 8,000 rupees മാത്രമേ വരുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവില്ല 8,000 rupees പെട്ടെന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 1,000 rupees കൊടുത്തിട്ട് നിങ്ങൾ നമ്മുടെ ബാച്ചിലുള്ള ഒരു സീറ്റ് അല്ലെ, അഡ്മിഷൻ നമുക്ക് വേഗം ഫിൽ ആവും അല്ലെ. അപ്പൊ നമ്മുടെ സീറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ബുക്ക് ചെയ്തിടുക. ബാക്കിയുള്ള ഫീസ് ജൂലൈ 5th മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അടച്ചാൽ മതി. അപ്പൊ എക്സാമിനറിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ട്, നമ്മുടെ കൂടെ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യരുത്, വരിക, ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, തകർത്ത് വാരാം നമ്മുടെ കീം എൻട്രൻസ്.